മുത്തുംപഴത്തിലേക്ക് വീണ്ടും സുസ്വാഗതം. ഒ.എൻ.വി. സാറിൻ്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം പാട്ടുകളിലും പാടി അല്ലെങ്കിൽ പാടുക പാട്ട് എന്നൊരു വാക്ക് ഉണ്ടോ എന്നാണ് നമ്മുടെ അന്വേഷണം. ഇന്ന് നമ്മൾ രണ്ട് ചിത്രങ്ങളിലെ വ്യത്യസ്ത രണ്ട് ഗാനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ ചിത്രം എയർ ഹോസ്റ്റസ്, പ്രേം നസീർ സാറൊക്കെ അഭിനയിച്ച ചിത്രമാണ്. പി ചന്ദ്രകുമാർ സാറാണ് ഇതിൻ്റെ സംവിധായകൻ. ഈ ഗാനങ്ങളുടെ ശില്പി ഒ.എൻ.വി. സാറും സലിൽ ചൗധരിയാണ്. അതിൽ യേശുദാസ് സാറും വാണിയമ്മയും കൂടെ വാണി ജയറാമും കൂടെ പാടിയ ഒരു ഗാനമുണ്ട്. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഇതിൻ്റെ അനുപല്ലവിയിൽ കന്നിക്കായ്ക്കും എൻ്റെ മാവിൽ അണ്ണാർ കണ്ണാവായോ, കണ്ണിമാങ്ങ ഒന്നെനിക്ക് താഴെ വീഴ്ത്തിത്തായോ, എൻ്റെ മുറ്റത്തെന്നും ഉണ്ണികൾ തന്മേളം, എന്നും ഓണപ്പന്തടിച്ച് പാടിയാടും മേളം, വാവാ നീ എൻ കുളിരേ വാവാ നീ. നോക്കൂ, എന്നും ഓണപ്പന്തടിച്ചു പാടിയാടും മേളം. ഉണ്ടോ, പാടിയാടുക എന്നുള്ള വാക്കാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും അവസാന ചരണത്തിൽ എൻ്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തൻ നൃത്തം, എൻ്റെയോ മൽപ്പാവകൾ തൻ വൃന്ദഗാനമേളം, വെൺചിറകു വീശി വീശി ദേവദൂതരെത്തും, മുന്തിരിത്തേൻ പാത്രവുമായി ഞങ്ങളൊത്തുപാടും, വാവാ നീ എൻ കുളിരേ. കണ്ട, മുന്തിരിത്തേൻ പാത്രവുമൊത്ത് ഞങ്ങളൊത്തു പാടും, വെൺചിറക് വീശി വീശി ദേവദൂതരെത്തും. അപ്പോൾ മുന്തിരിത്തേൻ പാത്രവുമായി ഞങ്ങൾ ഒത്തുപാടും. ഇവിടെ അദ്ദേഹം പാടും എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗാനത്തിലെ രണ്ട് ഭാഗങ്ങളിലും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ രണ്ടാം ചിത്രം നമ്മൾ പറയുന്നത് 1 മുതൽ 0 വരെ. നല്ലൊരു ചിത്രമായിരുന്നു. ഇത് ശ്രീ മോഹൻ സിതാരയാണ് ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. ഇതിൽ ഡ്യുവറ്റായിട്ടും സോളോ ആയിട്ടും ഈ ഗാനം, ഞാൻ പറയാൻ പോകുന്ന ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്. ജി വേണുഗോപാൽ, വേണിച്ചേട്ടൻ പാടിയ വെർഷനുണ്ട്, ചിത്രയേച്ചി പാടിയ വെർഷനുണ്ട്, ഇവരുടെ ഡ്യുവറ്റും ഉണ്ട്. പൊന്നും തിങ്കൾ പോറ്റും മാനേ പാടി രാക്കിളി പാടി, പാടി രാക്കിളി പാടി. പല്ലവിയിൽ തന്നെ ഈ പ്രയോഗമുണ്ട്. തുടർന്ന് അനുപല്ലവിയിൽ ഈ മലക്കൈയിൽ സമ്മാനങ്ങൾ എന്നോമൽ കുഞ്ഞിനാരെ തന്നു. തുടർന്ന് വരുന്ന വരികളിലാണ് നമ്മൾ അന്വേഷിക്കുന്ന വാക്ക് വരുന്നത്. താലോലം തപ്പു കൊട്ടിപ്പാടൂ, താരാട്ടിന്നീണവുമായി വന്നു. അങ്ങനെയാണ് പോകുന്നത്. കണ്ട, താലോലം തപ്പ് കൊട്ടിപ്പാടുക. കണ്ട, വീണ്ടും തപ്പ് കൊട്ടിപ്പാടുക എന്നുള്ള പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത രണ്ട് വ്യത്യസ്ത സിനിമകളിലെ രണ്ട് ഗാനങ്ങൾ, ഒന്ന് ഈ 1 മുതൽ 0 വരെ എന്നുള്ള ചിത്രവും എയർ ഹോസ്റ്റസും. ഈ രണ്ടിലും രണ്ട് കാലഘട്ടമാണ് ഈ ചിത്രങ്ങൾ. അതിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പോലെ ഈ വാക്ക് പിന്തുടരാതെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തൽക്കാലം വിട പറയുന്നു. വീണ്ടും ഒ.എൻ.വി. സാറിൻ്റെ മധുരതരമായ, എന്താ പറയുക, മാജിക് പോലുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങളും ചിത്രങ്ങളും ഏതാണെന്ന് നമ്മൾ കണ്ടെത്തും. വീണ്ടും കാണാം.